സ്ത്രീകളുടെ സ്വകാര്യ ചിത്രങ്ങൾ അവരുടെ സമ്മതമില്ലാതെ പങ്കുവച്ചതായി കണ്ടെത്തിയ ഫേസ്ബുക്ക് ഗ്രൂപ്പിനെതിരെ ഇറ്റലിയിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം ശക്തമാവുകയാണ്. മിയ മോഗ്ലി എന്ന പേരിലുള്ള ഗ്രൂപ്പിൽ 32,000-ലധികം പുരുഷാംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ദി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരന്തരമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും എല്ലാം ശക്തമായതോടെ സ്ത്രീകളുടെ സ്വകാര്യത ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ പങ്കിട്ട പേജ് മെറ്റ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അടച്ചുപൂട്ടുകയും ചെയ്തു. ഈ ഗ്രൂപ്പിലെ അംഗങ്ങളായിട്ടുള്ള പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരുടെയും അടുപ്പമുള്ള സ്ത്രീകളുടെയും സ്വകാര്യ ചിത്രങ്ങളാണ് അവരുടെ സമ്മതത്തോടെയല്ലാതെ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചത്. 2019 മുതൽ ഈ വിവാദ ഗ്രൂപ്പ് സജീവമായിരുന്നു. എന്നാൽ 2025 മെയ് വരെ അത് നിഷ്ക്രിയമായി തന്നെ തുടരുകയായിരുന്നുവെന്ന് മെറ്റ ദ ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞു. എന്നാൽ പ്രശ്നങ്ങൾ തീരുന്നില്ല. കഴിഞ്ഞ 3 മാസമായി മെറ്റയുടെ നയങ്ങൾ നേരിട്ട് ലംഘിച്ചുകൊണ്ടുള്ള ഉള്ളടക്കങ്ങളാണ് ഈ ഗ്രൂപ്പിൽ പോസ്റ്റുകളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പോസ്റ്റുകൾ നിരന്തരമായി വരാൻ തുടങ്ങിയതോടെ നിയമങ്ങൾ ലംഘിച്ചതിന് ഗ്രൂപ്പ് നീക്കം ചെയ്തതായി മെറ്റ വക്താവ് സ്ഥിരീകരിച്ചു. ഈ വർഷം ട്രംപിന്റെ ഭരണകൂടത്തെ പ്രീണിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ചില ഉള്ളടക്ക മോഡറേഷൻ നയങ്ങളിൽ ഇളവ് നൽകിയതിന് മെറ്റ വിമർശനം നേരിട്ടിരുന്നു. ദോഷകരവും ചൂഷണപരവുമായ ഓൺലൈൻ ഉള്ളടക്കങ്ങളിൽ സൂക്ഷ്മ നിരീക്ഷണം വർദ്ധിപ്പിക്കണമെന്ന് പൗരാവകാശ സംഘടനകൾ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും മെറ്റ നയങ്ങളിൽ വീണ്ടും ഇളവ് നൽകി. മിയ മോഗ്ലി ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം ഇറ്റലിയിലുടനീളം വ്യാപകമായ രോഷത്തിനാണ് കാരണമായിരിക്കുന്നത്. മിയ മോഗ്ലി പോലുള്ള പേജുകൾ ഡിജിറ്റൽ ലിംഗാധിഷ്ഠിത ആക്രമണത്തെയും ഓൺലൈൻ സ്വകാര്യതയെയും സംബന്ധിച്ച ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നവയാണ്. ചൂഷണകരമായ ഉള്ളടക്കം, പ്രത്യേകിച്ചും സ്ത്രീകളെ ലക്ഷ്യമിടുന്നവ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് ഈ സംഭവവും വിവാദമാകുന്നത്. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇറ്റലിയിലെ പ്രതിപക്ഷാംഗങ്ങൾ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ദി 5 സ്റ്റാർ പ്രസ്ഥാനവും സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. സ്ത്രീകളെ വെറും വസ്തുക്കളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന പുരുഷാധിപത്യ മാനസികാവസ്ഥയെ ചെറുക്കുക എന്ന ആവശ്യമാണ് ജനങ്ങൾ പ്രധാനമായും സർക്കാരിനോട് ഉന്നയിക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ റോബർട്ട മോറിയും ഗ്രൂപ്പിനെ ശക്തമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഡിജിറ്റൽ ആക്രമണത്തിന്റെ മറ്റൊരു ഉദാഹരണമെന്നാണ് റോബർട്ട ഇതിനെ വിശേഷിപ്പിച്ചത്. ഫ്രാൻസിൽ ഭർത്താവും അയാളുടെ പുരുഷ സുഹൃത്തുക്കളും ചേർന്ന് വർഷങ്ങളോളം ബലാത്സംഗം ചെയ്ത ഗിസൽ പെലിക്കോട്ടിന്റെ കേസിലെ ഓർമ്മകളും ഈ സംഭവത്തോടെ പൊതുജനങ്ങൾക്കിടയിൽ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. ഫെമിനിസ്റ്റ് ഇൻഫ്ലുവൻസർ കരോലീന കാപ്രിയയും വിഷയത്തിൽ തന്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. വെർച്വൽ കൂട്ടബലാത്സംഗത്തിന് തുല്യമാണ് ഈ സംഭവമെന്നായിരുന്നു കാപ്രിയ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയത്.